മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ആരോഗ്യ മേഖലയുടെ സിസ്റ്റം മുഴുവൻ എങ്ങനെയാണ് കുത്തഴിയുന്നത് എന്നതിന് ആ ദൃശ്യം ഒരു ഉദാഹരണമാണ്. കേരളം ഒന്നടങ്കം വലിയ പകർച്ചവ്യാധികൾ നേരിടുന്ന സന്ദർഭമാണ്. ആശുപത്രികളിലെല്ലാം പനി ബാധിച്ചവർ ഉൾപ്പെടെ പലരും ചികിത്സ തേടി വരുന്ന സന്ദർഭത്തിൽ ഇന്നലകളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അവിടെ നാട്ടുകാർ ഷൂട്ട് ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടേ. മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥയാണ്. 4 ഡോക്ടർ ഉണ്ടായിട്ട് ഒരാൾ പോലും സീറ്റിലില്ല. ബാക്കി ഇത്രയും പേഷ്യന്റ് ഇവിടെ നിൽക്കുവാണ്. ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. എത്ര സമയമായിട്ട് ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുകയെന്നറിയോ? എത്ര സമയമായെന്നറിയോ? ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുക. 4 ഡോക്ടർമാരുണ്ടായിട്ട് ആകെപ്പാടെ ഉള്ളത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഇപ്പോൾ ഇറങ്ങിപ്പോയി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തീരുമാനം ഉണ്ടാക്കണം മെമ്പർമാർ കേട്ടോ. കണ്ടോ, 4 ഡോക്ടർമാർ. അതായത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം പുതിയ കെട്ടിടങ്ങൾ കൊടുത്ത് അവിടെ ഡ്യൂട്ടിക്കായിട്ട് 4 ഡോക്ടർമാരെ വരെ നിയോഗിച്ചു. ആ ഡോക്ടർമാരെല്ലാം കൃത്യമായിട്ട് ആശുപത്രികളിലെത്തി ജനങ്ങൾക്ക് ചികിത്സാ സേവനങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരാണ് ചെയ്യുന്നത്, റിയാലിറ്റിയാണ്. പക്ഷേ ഈ അവസ്ഥ കണ്ടില്ലേ? കസേരയിലൊന്നും ആരും ഇല്ല. ആര് ചോദിക്കാൻ, ആര് പറയാൻ? ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ്. സൗകര്യം ഉണ്ടെങ്കിൽ ചികിത്സ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. നാട്ടുകാർ അല്ലെങ്കിൽ രോഗം ബാധിച്ചവർ വന്ന് കാത്തിരുന്ന് മണിക്കൂറുകൾ നീണ്ടുപോയപ്പോഴാണ് ഗതികെട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. എന്താണ് അത് തുറന്നു കാട്ടിത്തരുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ സകലത്തിലും മാറ്റം വന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ആരോഗ്യ മേഖലയെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ 1 മാസത്തിനിടയിൽ കേരളത്തിൽ ഇനി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനി ഒരു രോഗവും ബാക്കിയില്ല. അമ്മാതിരി ഈ ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും 1 മാസത്തിനകം തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് ഷിഗല്ല രോഗം ആയിക്കോട്ടെ, അത് നിപ്പ ആയിക്കോട്ടെ, അത് ഡെങ്കി ആയിക്കോട്ടെ, അത് മങ്കി പോക്സ് ആയിക്കോട്ടെ, അങ്ങനെ സകലമാന പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സന്ദർഭങ്ങളിൽ പാവപ്പെട്ട ജനങ്ങൾ ചികിത്സ തേടിയെത്തുന്ന സർക്കാർ ആശുപത്രികളിൽ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നാട്ടുകാർ തന്നെ പറ, നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന കിട്ടിക്കൊണ്ടിരുന്ന സേവനങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് താറുമാറായത്. ഒരു സംവിധാനങ്ങൾ മുഴുവൻ താളം തെറ്റി ജനങ്ങൾക്ക് ഗുണമല്ല, അവിടെ എത്തിപ്പെട്ടാൽ അവർക്കതൊരു വലിയ ബാധ്യതയായി മാറുന്ന അല്ലെങ്കിൽ അവരുടെ സമയം കൊല്ലുന്ന ഇടങ്ങളായി മാറുന്ന രീതിയിലേക്ക് ഓരോ മേഖലയും മാറ്റുകയാണ്. എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംവിധാനം നാമാവശേഷമാകുന്നത്? അതിന്റെ കഴിവുകേടിന്റെ പ്രതിഫലനം എന്താണെന്ന് നാട്ടുകാർ തിരിച്ചറിയണം. ആ സന്ദർഭത്തിൽ ഇത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഉദ്ഘാടന മാമാങ്കങ്ങളിൽ പോയി കിരീടം വെച്ച് ഫോട്ടോഷൂട്ട് കളിക്കുകയാണ്. നോക്കിയേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.